പിന്നെ ഞാൻ പഠിച്ചത് പിങ്കള ഒരു വേശ്യയിൽ നിന്നാണ്. അപ്പൊ ഒരു വേശ്യ അവളിങ്ങനെ ജീവിക്കണു, പുരുഷന്മാരെയൊക്കെ ബന്ധപ്പെട്ട് പണവും വാങ്ങിച്ച്. ഒരു ദിവസം അവൾക്ക് വിവേകം വന്നു, എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കുന്നു. അപ്പൊ വേശ്യയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും കാമവും പണവുമാണ്, സ്നേഹമില്ലാത്ത ജീവിതമാണ്. അപ്പോഴാണ് അവൾ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നത്. ആളുകൾ തന്റെ അടുത്ത് വരുന്നത് സ്നേഹം കൊണ്ടൊന്നല്ല, വെറും കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്, കുറച്ച് പണം തന്നുകൊണ്ട് അനുഭവിക്കാനാണ്. ഇതിനേക്കാൾ വലുതാണ് സ്നേഹം എന്നൊരു വികാരം. അതുകൊണ്ട് സ്നേഹിക്കാൻ ഇനി എന്നെ ഒരു ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാരാണ്? സന്തം സമീപേരമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാദിശോകം മോഹപ്രദം ദുഃഖമഹം ഭജിജ്ഞ. ഞാൻ എന്റെ ഇത്ര അടുത്തുണ്ടായിട്ട് ഭഗവാനെ മാത്രം സ്നേഹിച്ചില്ലല്ലോ, ആ ഭഗവാനല്ലേ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ അവൾ സത്സംഗത്തിലേക്ക് നയിച്ച് അവളുടെ ജീവിതത്തിൽ പരിവർത്തനം വന്നു. ഒരു വേശ്യയെപ്പോലും ഗുരുവായി കണ്ട ആളാണ് ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നത്. അതാണ് ഭാരതത്തിന്റെ മഹത്വം. നമ്മൾ പലരും പറയും ജീസസിന്റെ കഥയൊക്കെ, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്നൊക്കെ. ഒരു വേശ്യയോട് കാരുണ്യം കാണിച്ച ഒരു ജീസസിന്റെ കഥ ബൈബിളിൽ പറയുമ്പോൾ, ആ ബൈബിൾ ഇറങ്ങുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ആചാര്യന്മാര് വേശ്യയെ ഗുരുവായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം എന്തുണ്ടോ നോക്കൂ. ഒരു വേശ്യയിൽ പോലും പരിവർത്തനം വരാം, ഏത് തെറ്റിൽ നിന്നും ആർക്കും ഉയർന്നു കയറാം, അവർ ജീവിതത്തിൽ മറ്റൊരാൾക്ക് പ്രചോദനം ചെയ്യുന്ന ഒരു ഗുരുവായിത്തീരും എന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയർ. അതിനുശേഷം പിന്നീട് കുരരെന്ന് പറഞ്ഞാൽ കടൽപ്പുറത്തുണ്ടാവുന്ന പക്ഷിയാണ്. ഒരിക്കൽ ഈ പക്ഷിക്കൊരു മത്സ്യത്തെ കിട്ടി. അവൻ ആ മത്സ്യത്തെ പിടിച്ച് കഴിക്കാനായിട്ട് ഒരു വൃക്ഷക്കൊമ്പിൽ ചെന്നപ്പോ അനേകായിരം പക്ഷികൾ ഇവന്റെ പുറകില്. ഇവൻ അവിടുന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പോയി, അപ്പോഴും ഇവരൊക്കെ പുറകില്. അവിടുന്ന് വേറെ വൃക്ഷക്കൊമ്പിൽ ചെന്നിരുന്നു, അപ്പോഴും ഇവരൊക്കെ. അപ്പോഴാണ് ഈ പക്ഷിക്ക് വിവേകം വന്നത്. ഹരേ, ഞാൻ ഈ പക്ഷി ഈ മത്സ്യത്തെ കൊണ്ട് പോകുമ്പോൾ ഇവരെന്റെ പുറകിൽ വരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഇവരെന്റെ പുറകിലാവില്ലല്ലോ, ഈ മത്സ്യത്തിന്റെ പുറകിലല്ലേ വരുന്നത് എന്ന്. ആ വിവേകം വന്നതും ആ മത്സ്യത്തെ താഴേക്കിട്ടു എന്നാണ്. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് എല്ലാ പക്ഷികളും ആ മത്സ്യത്തിന്റെ പുറകിൽ പോകുന്നതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആളുകൾ നമ്മുടെ പുറകിൽ വരുന്നത് നമ്മളെ കണ്ടിട്ടല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന വല്ലതൊക്കെ കണ്ടിട്ടാണ്. അത് നമുക്ക് നല്ല ബോധം ഉണ്ടാവണം. അപ്പോ എന്ത് വേണം? എന്ത് നമ്മുടെ കയ്യിലുണ്ടോ, ആരെങ്കിലും നമ്മുടെ പുറകിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ താഴെ ഇടുക, എന്നിട്ട് നേരെ മുന്നിലേക്ക് നടക്കുക. അത് നമ്മളെ ഉപദ്രവിക്കില്ല പറയാണ്. ഒരു മന്ത്രിയെ രാജാവ് ഒരു സ്ഥലം വരെ പറഞ്ഞയച്ചു, ദേ നിന്റെ കാര്യം നടത്തിയിട്ട് വരണമെന്ന്. അപ്പൊ ഇയാൾ പോവാൻ നേരത്ത് ഭാര്യ പറഞ്ഞു, ഈ കുതിരപ്പുറത്ത് അങ്ങ് പോകുമ്പോ ഒരുപക്ഷെ വല്ല കള്ളന്മാർ ഈ കുതിരയെ കൊണ്ടുപോയാലോ, അതുകൊണ്ട് ഒരു ധൈര്യത്തിനൊരു കത്തി കയ്യിൽ വെച്ചോളൂ പറഞ്ഞു. ആരെങ്കിലും അങ്ങേ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ കത്തി കൊണ്ട് കാണിച്ചാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നു. ഭാര്യ കത്തിയെടുത്ത് കൊടുത്തു. അപ്പൊ 2-3 ദിവസത്തെ യാത്രയാണ് മന്ത്രിക്ക്. അങ്ങനെ മന്ത്രി കുതിരപ്പുറത്ത് യാത്രയാവണം. മന്ത്രിക്ക് ഇങ്ങനെ പേടിയുണ്ട്, വല്ലവരും വരുമെന്ന്. ഒരു സന്ധ്യാസമയത്ത് ഒരു സ്ഥലത്ത് താമസിക്കാനൊക്കെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിലൂടെ ഒരാൾ വരുന്നു. മന്ത്രിക്ക് തോന്നി, ഭാര്യ പറഞ്ഞ് ശരിയാണ്, കള്ളനായിരിക്കും, കുതിരയെ കൊണ്ടുപോകാൻ വന്നതായിരിക്കുന്നത്. മന്ത്രി വേഗം കുതിരപ്പുറത്ത് ഇറങ്ങിയിട്ട് അയാൾ വല്ലതും പറയുന്നതിന് മുമ്പ് അയാളോടുത്ത് കത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രാജാവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ഈ കുതിരയെ മാത്രം അങ്ങ് ചോദിക്കരുത്, കത്തി അങ്ങ് കൊണ്ടുപോയിക്കോളൂ എന്ന്. ആ വന്ന ആള് പാവം ഒരു സാധു മനുഷ്യനാണ്. അയാൾക്ക് തോന്നി ഇയാളൊരു പൊട്ടൻ തന്നെയാണെന്ന്. ആ കത്തി ഇങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, താൻ കുതിരയെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ തന്റെ ശവമായിരിക്കുന്നു. ഉടനെ ഇയാൾ കുതിരയെ കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ എന്നെ ഒന്നും ചെയ്യേണ്ട, കുതിര എടുത്തോളൂ എന്ന്. പിന്നെ അയാളുടെ കാര്യം നടന്നില്ല, തിരിച്ച് എവിടെ എത്തി? വീട്ടിലെത്തി. എന്നിട്ട് ഭാര്യയുടെ കാല് തൊട്ടിട്ട് പറയാണ്, നീ എന്നെ രക്ഷിച്ചു എന്ന്. ഭാര്യ ചോദിച്ചു, അതെന്താ പറ്റിയതെന്ന്. നീ കത്തി തന്നുകൊണ്ട് അവന് കത്തിയും കുതിരയും മാത്രം മതിയായിരുന്നു, കത്തി നിന്നില്ലായിരുന്നെങ്കിൽ കുതിര എന്നെ അവൻ കൊണ്ടുപോയില്ലേ എന്ന്. അതുകൊണ്ട് അവന് 2 എണ്ണം എന്തായാലും വേണം, കത്തിയും വേണം കുതിരയും വേണം. അപ്പൊ നിന്റെ കത്തി കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ എന്താണ് ഇവിടെ കഥയിൽ പറയുന്നത്? ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ഉപദ്രവിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അതെടുക്കാനുള്ള ഒരു ആവേശം വരും. ഇതാണ് ഈ ലോകത്തിന്റെ വലിയൊരു സ്വഭാവം. നോക്കൂ, നിങ്ങൾ ഇന്ന് പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കില്ല. കവർച്ച അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ എവിടെയോ കവർച്ചയ്ക്ക് ഒരു പ്രചോദനം നമ്മളും കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ സമ്പത്തിരിക്കുന്നു എന്നത് എങ്ങനെയൊക്കെയോ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ വരുമോ? ഞാൻ കണ്ടിട്ടില്ല റോട്ടിൽ താമസിക്കുന്ന ഒരുത്തന്റെ വീട്ടിൽ കയറി ഒരുത്തന്റെ പെട്ടി തുറന്നിട്ട് 1000 കൊണ്ടുപോയി 2000 കൊണ്ടുപോയി എന്നൊക്കെ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി വെക്കുമ്പോൾ അത് നമുക്ക് തന്നെ അപകടകരമായി തീരണു പ്രിയാണ്. അപ്പൊ എന്തു വേണം? അതിൽ നിന്നൊക്കെ ഉയരാൻ ഒറ്റ മാർഗം, അതൊക്കെ ഉണ്ടാവട്ടെ, അത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് വിവേകത്തോടുകൂടി പ്രദർശിപ്പിക്കുക. നമ്മൾ 200 പവന്റെ ചെയിനൊക്കെ ഇട്ടിട്ട് ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആ കല്യാണ സ്ഥലത്ത് ഒരുപക്ഷെ കല്യാണ പാർട്ടിക്കാർ മാത്രമാവില്ല ഉണ്ടാവുക. പലരും വരും. അവരിങ്ങനെ നമ്മുടെയൊക്കെ ചിത്രം ക്യാമറയിൽ പകർത്തും. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ചിത്രങ്ങൾ പകർത്താം. അങ്ങനെ പിന്നെ അതിന്റെ പിന്നിലൊക്കെ ഗവേഷണങ്ങളും പഠനങ്ങളും നടന്ന് ഒരു ദിവസം തലയ്ക്കടികിട്ടി ചാവാൻ വഴിവരുത്തരുത്. ഒന്നാമത് നാം ഈ ലോകത്തെ മനസ്സിലാക്കേണ്ടത് ഒരേ ബുദ്ധി കൊണ്ടല്ല എല്ലാവരും ജീവിക്കുന്നത്. പലരുടെയും മനസ്സിൽ വക്രതയുണ്ടാവും, ദുഷ്ടതയുണ്ടാവും. മനസ്സിലാവുന്നില്ലേ? ആ തലങ്ങളിലേക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെ അതിവർത്തിക്കാനുള്ള കരുത്തും വിവേകവും കൂടി നേടിക്കഴിഞ്ഞാൽ ആഭരണങ്ങളോ പണമോ ആയിരിക്കില്ല നമുക്ക് പ്രശ്നം. അന്ന് പത്രത്തിലൊരു സ്ത്രീ ഒരുത്തന്റെ കഴുത്ത് പിടിച്ചു പറഞ്ഞില്ലേ? അതുപോലെ ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് കുറെ മസിലുകളൊക്കെ വളർത്തി വല്ലവരും നമ്മളെ പിടിക്കാൻ വരുമ്പോൾ അവൻ്റെയൊക്കെ കഴുത്ത് പിടിക്കാനുള്ള കരുത്തൊക്കെ നേടിയാൽ പിന്നെ ഒരുത്തനും വരില്ല. നമ്മൾ ശക്തരാണെന്ന് കണ്ടാൽ പിന്നെ മറ്റുള്ളവർക്ക് ശക്തി കുറയും. നമ്മൾ ദൗർബല്യമുള്ളവരാണെന്ന് കണ്ടാൽ മറ്റുള്ളവർക്ക് ശക്തി കൂടും. ഇത് പഠിച്ചു. പിന്നെ ഞാൻ പഠിച്ചത് അർബക, കുട്ടിയിൽ നിന്നാണ്. കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം 2 കാര്യങ്ങളാണ്. ഒന്ന്, എപ്പോഴും സന്തോഷമാണ് കുട്ടിക്ക്. 2, ഏത് സാഹസികതയും ചെയ്യാനുള്ള ആവേശമുണ്ട്. മതിലിന്റെ മുകളിൽ കയറണ്ട പറഞ്ഞാൽ അവൻ കയറിയിരിക്കും. ഡേയ് മോനെ ചാടിയ കാലൊടിയും, അവൻ ചാടിക്കഴിഞ്ഞിരിക്കും. ഡേയ് മരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞിരിക്കും. അവൻ ഭയങ്കര സാഹസികതയാണ് കുട്ടികൾക്ക്. എന്താണ് അവൻ ഇത്തിരി സാഹസികത? അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനറിയാം എന്തു പറ്റിയാലും അച്ഛനും അമ്മയും കൂടെയുണ്ടെന്ന്. ഈ ധൈര്യം അവനെ എപ്പോഴും മുന്നോട്ട് സാഹസികത കാണിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടത്. ശരിയല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. അച്ഛനും അമ്മയും ഇല്ലെങ്കിലുണ്ടല്ലോ അവനത്ര സാഹസികത തോന്നില്ല. അപ്പോ അച്ഛനും അമ്മയും ഉണ്ട് എന്ന ധൈര്യമാണ് അവന് സാഹസികത കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ ഉത്സാഹം നിലനിർത്താൻ ഭഗവാൻ കൂടെയുണ്ടെന്ന ആ ഒരു അറിവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കൂടെ ഭഗവാനുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവേശത്തിൽ തന്നെ ജീവിക്കണം എന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ പഠിച്ചത് കുമാരിയിൽ നിന്നാണ്. കുമാരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ ഒരു വിവാഹ കാര്യത്തെ ഈ മഹാത്മാവ് ഇങ്ങനെ കാണുകയാണ്. അതായത് ഒരു ദിവസം ഈ മഹാത്മാവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ ചില ആളുകൾ വരുന്നു. രാവിലെ തന്നെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയ സമയം. അപ്പൊ ഈ കുട്ടി നോക്കി, ഇവരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് മുന്നിൽ, അവർക്ക് വല്ല പലഹാരം കൊടുക്കണം. അച്ഛനും അമ്മയും വരുന്നവരെ ഇരുത്തണമല്ലോ. പലഹാരം അന്നത്തെ കാലത്ത് ബേക്കറി സിസ്റ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ബേക്കറി സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വീട്ടിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലഡു, ജിലേബി സാധനങ്ങളൊക്കെ ഇതുപോലെ കൊണ്ടുവയ്ക്കും. ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇതല്ല, ഇത് വേറെ എന്തോ സാധനമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അപ്പൊ ആര് വരുമ്പോഴും എടുത്തു കൊടുക്കാം, അതൊക്കെ പ്രദർശിപ്പിക്കാം. പിന്നെ നമ്മുടെ സംസ്കാരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ചെന്നാൽ പലഹാരമൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കരുതെന്നാണ്. ഒന്നുകിൽ നാവിൽ വെച്ച് അവിടെ തന്നെ വെക്കുക, പൊട്ടിച്ചിട്ട് പകുതി കഴിക്കുക. അങ്ങനെയാണ്. മുഴുവൻ കഴിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ മോശമാണ്. ഈ ദരിദ്രവാസികളെന്ന് പറയില്ലേ, അതുകൊണ്ടൊന്ന് മണത്ത് നോക്കുക. പിന്നെ അതിന് മുകളിൽ ഈച്ച വന്നിരിക്കും, പുഴു വന്നിരിക്കും, അവരൊക്കെ വന്ന് പിന്നെ പലരും കൊതിയോടുകൂടി നോക്കിയിട്ടൊക്കെ ഈ സാധനം അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും പെട്ടിയിൽ നിന്നായിരിക്കും. പിന്നെ അടുത്ത പാർട്ടി വരും, അവരൊന്ന് ചുണ്ടിലൊക്കെ വയ്ക്കും, അവരും വയ്ക്കും. ഇങ്ങനെ ഒരു 10-15 പാർട്ടിയൊക്കെ വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും, ബേക്കറിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും വയ്ക്കല്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നില്ല. അന്ന് പഴം, അതുപോലെ അവില്, അല്ലെങ്കിൽ വല്ല പൊടികളോ കൊണ്ട് വല്ലതും ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു. ആ കുട്ടി നോക്കുമ്പോൾ അവിലും ഇല്ല, പഴവും ഇല്ല, അരിപ്പൊടിയില്ല. കുട്ടിക്ക് തോന്നി എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തെങ്കിലും ഇവരെ ഇരുത്തണമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ പാർട്ടിയെ കിട്ടിയെന്നും വരില്ല. അപ്പൊ കുട്ടിക്ക് ആ മാനേജ്മെന്റ് അറിയുന്നു, വന്ന ആളെ പെട്ടെന്ന് പറഞ്ഞയക്കരുതെന്ന്. കുട്ടി എന്ത് ചെയ്തു, അമ്മ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതിലിട്ട് ഇടിക്കാൻ തുടങ്ങി. അന്ന് മിക്സി, ഗ്രൈൻഡർ ഇത്യാദി ഇടികുന്തങ്ങളൊന്നുമില്ല. അതിലിട്ട് ഒലക്കൊക്കെ എടുത്ത് ഇടിക്കാൻ തുടങ്ങി. ഇടിക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ നിറയെ കുപ്പികളുണ്ട്, അതിങ്ങനെ കിലുങ്ങി കിലുങ്ങി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അവൾക്ക് മനസ്സിലായി, ഇത് കേട്ടുകഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞങ്ങളൊരു ദരിദ്രവാസികളാണെന്ന്, കല്യാണം മുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന്. അവൾ എന്ത് ചെയ്തു, വളകളൊക്കെ ഊരി വെച്ച് ഒരു വള മാത്രമാക്കി ഇടിച്ചു.
ഒരു ശബ്ദവും ഉണ്ടായില്ല. അങ്ങനെ പൊടിയാക്കി മാവൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ചുട്ടുകൊടുത്തു. ഇത്രയും മഹാത്മാവ് കണ്ടുള്ളൂ. ഈ മഹാത്മാവ് നമ്മളോട് പറയാണ്, എപ്പോഴെങ്കിലും ഇടിക്കുമ്പോൾ വളയൊക്കെ ഊരി വെച്ചിരിക്കണമെന്ന്, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ കേൾക്കുന്ന. ആരിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇന്നിപ്പോ ഒരല് വലയ്ക്കൊന്നുമില്ല വീട്ടില്, മനസ്സിലായില്ലേ? അപ്പോ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ശബ്ദം ഉണ്ടാക്കുന്നൊക്കെ അർത്ഥാക്കുന്നത്, കുപ്പിവള ഇടുമ്പോഴാണ് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സ്വർണ്ണവളയ്ക്ക് അത്ര ശബ്ദം ഉണ്ടാവില്ല, കുപ്പിവളയ്ക്ക് ഭയങ്കര ശബ്ദമാണ്. ഇവിടെ തന്നെ എനിക്ക് കേൾക്കാൻ പറ്റും ചിലപ്പം. ഇതുപോലെ ചീത്ത കൂട്ടുകെട്ടിൽ പെടുമ്പോഴാണ് മനസ്സിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ മനസ്സ് കുറേയൊക്കെ നശിക്കാനും തകരാനും കാരണം നമ്മൾ ഏത് കൂട്ടുകെട്ടിൽ സഹവാസത്തിൽ ജീവിക്കുന്നു എന്നതാണ്. നല്ല കൂട്ടുകെട്ടിൽ ജീവിക്കുമ്പോൾ ഏത് തളർന്ന മനസ്സ് പോലും ഉണർന്നു പോകുന്നതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ആളുകളുടെ സംഘം ഉണ്ടാക്കി വെക്കണം. അതിനെന്ത് വേണം? നമ്മുടെ വീട്ടിലൊക്കെ ഒരു സത്സംഗം നിങ്ങൾ തുടങ്ങി വെക്കൂ. കുറച്ചു നേരെങ്കിലും എല്ലാവരെയും വിളിച്ച് ഒരാഴ്ചയിലൊരിക്കെങ്കിലും ഭജന ചൊല്ലി, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെ ഒരു സംസ്കാരം വീട്ടിന്റെ ചുറ്റുവട്ടത്ത് തുടങ്ങി വയ്ക്കുക. അങ്ങനെ ചുറ്റുവട്ടവുമായിട്ടൊരു ആത്മീയ ബന്ധം നമുക്കുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് വിഷമങ്ങളും പറയാനും ഏത് വിഷമങ്ങളും ഉൾക്കൊള്ളാനും പറ്റുന്നൊരു ചുറ്റുപാടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ആ ന്യൂക്ലിയർ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ചന്ദ്രനെക്കുറിച്ചെല്ലാം അറിയാം, അടുത്ത വീട്ടുകാരെക്കുറിച്ച് ഒന്നും അറിയില്ല. നമുക്ക് അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ അകന്നു പോകുന്നു പ്രിയൻ. ഇത് ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ പഠിച്ച ശരകൃത്തിൽ നിന്നാണ്. ശരകൃത്ത് എന്ന് പറഞ്ഞാൽ അമ്പുണ്ടാക്കുന്നവൻ. ഒരു അമ്പുണ്ടാക്കുന്നവന് രാജാവ് ശാസനം കൊടുക്കുകയാണ്, ഇത്രയും ദിവസത്തിനുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ നീ ഇത്രയും ആയുധങ്ങൾ ഉണ്ടാക്കില്ല, ഇന്നിട്ട് തല വെട്ടുന്നു. കാരണം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ 4ാമത്തെ ദിവസം രാജാവ് ഒരു ഘോഷയാത്ര നടത്തുന്നു ആനപ്പുറത്ത്. അപ്പൊ ഈ ശരകൃത്ത്, അതായത് ഈ അമ്പുണ്ടാക്കുന്നവന്റെ ആലയുടെ അടുത്തുകൂടിയാണ് പോകുന്നത്. ആലയുടെ അടുത്തുകൂടെ പോകുമ്പോൾ ഈ ശബ്ദമൊക്കെ, ഘോഷയാത്രയുടെ ശബ്ദമൊക്കെ കേട്ടിട്ടും ആ അമ്പുണ്ടാക്കുന്നവൻ, അതായത് ശരകൃത്ത്, അവൻ രാജാവിനെ വന്ന് തൊഴാനോ നമസ്കരിക്കാനോ തയ്യാറായില്ല. പ്രജകളൊക്കെ റോഡിന്റെ 2 വീതിയിൽ നിന്ന് രാജാവിനെ നമസ്കരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ രാജാവ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചു, ഇവർക്കൊക്കെ വരാന്നുണ്ടെങ്കിൽ നിനക്കെന്താ വന്നുകൂടെ? മന്ത്രിയെ പറഞ്ഞയച്ചു അവരെ വിളിച്ചു വരുത്താൻ. അപ്പൊ അവൻ പറയാണ്, രാജൻ, ഞാൻ അത്രയും ശ്രദ്ധയിൽ ഇരുന്നതുകൊണ്ട് ഘോഷയാത്രയുടെ ശബ്ദമൊന്നും കേട്ടില്ല. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, ശ്രദ്ധ കൂടുന്തോറും ഏകാഗ്രത കിട്ടുന്നുള്ളത്. ഇത് മഹാത്മാവിന് മനസ്സിലായി. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഇന്ദുമുഖി ചന്ദ്രമുഖി കാണുമ്പോൾ വീട്ടിൽ കള്ളൻ വന്നാൽ പോലും അറിയുന്നില്ല, ഒരു പ്രശ്നവും നമ്മളാരും അറിയുന്നില്ല. എത്ര ഏകാഗ്രത അതിൻ്റെ അകത്തുണ്ട്, നമുക്ക് എത്ര കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പലരും പറയും എനിക്ക് നാമം ചൊല്ലുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല. സീരിയൽ കാണുമ്പോൾ നല്ല ഏകാഗ്രത കിട്ടണു, ഒരു ഡയലോഗ് പോലും നമ്മൾ മറന്നു പോകുന്നില്ല, എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞ് കയറുന്നു. എന്ന് മാത്രമല്ല, അന്ന് കിടന്നുറങ്ങുമ്പോഴും അതാ ചിന്ത, ഇനിയിപ്പോൾ നാളത്തെ സീരിയൽ എപ്പോഴാണ് വരിക എന്നുള്ളത്, അതിന്റെ ഭാഗം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ. ഏതൊരു വിഷയത്തിൽ നമുക്ക് താല്പര്യമുണ്ടോ അതിൽ ശ്രദ്ധ വരും. ഭക്തിയിൽ ശ്രദ്ധ വരണമെങ്കിൽ അതിൽ താല്പര്യം ഉണ്ടാക്കണം, പ്രേമമുണ്ടാക്കണം. ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് ഗുണം ചെയ്യും, നന്മ ചെയ്യും എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ എനിക്കത് നന്മ ചെയ്യുമെന്ന് തോന്നുന്നില്ലെങ്കിലും നാളെ എനിക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. വയസ്സാവും തോറും എനിക്കതുകൊണ്ട് അനുഗ്രഹമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രേമത്തോടുകൂടി പ്രയത്നിക്കണം എന്ന് നിശ്ചയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഏകാഗ്രത സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ നമുക്ക് അന്തേ നാരായണ സ്മൃതി എന്നത് സ്വാഭാവികമായിട്ട് കൈവരിക്കാം. ഇത് ഞാൻ പഠിച്ചു എന്നാണ്. പിന്നെ ഞാൻ പഠിച്ചത് സർപ്പത്തിൽ നിന്നാണ്. സർപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരമാർത്ഥം പ്രത്യക്ഷമാക്കി തരുന്നൊരു ജീവിയാണ്. എപ്പോഴും സർപ്പത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്റെ തോല് വലിച്ചിടും, കളയും. വീണ്ടും സർപ്പം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോവും. വീണ്ടും അതിന്റെ ഉറങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും, ശരീരത്തിന്റെ തോല് കളഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ ഞാനും നിങ്ങളും ശിശുവിന്റെ ശരീരം, ബാല്യം, കൗമാരം, ഈ ഉറകളൊക്കെ അഴിച്ചിട്ട് പോയി. ഈ ഭാവങ്ങളൊക്കെ നമ്മൾ അഴിച്ചിട്ടു. ഇനി അതിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധ്യമല്ല. സർപ്പം എപ്രകാരമാണോ അതിന്റെ തോലഴിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഈ മനസ്സും ഈ ശരീരമാകുന്ന വസ്ത്രം അല്ലെങ്കിൽ ഉറ അല്ലെങ്കിൽ തോല് അഴിച്ചിട്ട് മുന്നോട്ട് പോകണം.
മനസ്സിന്റെ ഗതി എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. ഒരു സർപ്പം ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല തന്റെ തോലിന്റെ നേരെ. അതുപോലെ നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. കൂടെ പലരും വരാം, പലരും വന്നില്ല എന്ന് വരാം. ധർമ്മപുത്രൻ നടന്നുപോയതുപോലെ നമുക്ക് നടന്നു പോകാൻ സാധിക്കണം. അതിനെന്ത് വേണം? തന്റെ മനസ്സാണ് ഈ വസ്ത്രമെടുത്തതെന്നും തന്റെ മനസ്സാണ് ഈ വസ്ത്രത്തിലൂടെ ജീവിക്കുന്നതെന്നും തന്റെ മനസ്സ് ഈ വസ്ത്രം ഉപേക്ഷിച്ച് പോകുന്നതാണെന്നും നല്ലവണ്ണം ബോധ്യം വെച്ച് ജീവിച്ചാൽ, ഈശ്വര സ്മരണയിൽ ഈ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ, ശരീരങ്ങൾ വന്നാലും പോയാലും നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. ഇത് ഞാൻ പഠിച്ചു എന്നാണ്. പിന്നെ ഞാൻ പഠിച്ച ഊർണ്ണനാഭി എട്ടുകാലിയിൽ നിന്നാണ്. എട്ടുകാലിയുടെ കഥ വളരെ സൂക്ഷ്മമാണ്. എങ്കിലും നമുക്ക് മറ്റൊരു ദൃഷ്ടിയിൽ ഇതിനെ കാണാം. നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞിട്ടൊരാളുടെ കഥ പഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു, ഇംഗ്ലണ്ടിലെ ചക്രവർത്തിയായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തെ മറ്റൊരു രാജാവ് തോൽപ്പിച്ചു. ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇദ്ദേഹം ഒരു ഗുഹയിൽ പോയി ഒളിച്ചു രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു എട്ടുകാലി ഗുഹാമുഖത്തൊരു വല സൃഷ്ടിക്കണം. ആ വലയുടെ ഒരു ഭാഗം ഉറപ്പിച്ചുകൊണ്ട് മറുഭാഗം അത് ഗുഹയുടെ മറ്റൊരു മുഖത്ത് ഉറപ്പിക്കുന്ന സമയത്ത് ശക്തമായ കാറ്റ് വന്ന് ഈ വല പൊട്ടിപ്പോവും. അങ്ങനെ 4-5 പ്രാവശ്യം പൊട്ടിയപ്പോൾ രാജാവ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു, പുച്ഛത്തിൽ പറഞ്ഞു, ജീവി, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലായി പോയല്ലോ. ഈ കാറ്റിൽ എങ്ങനെ നിനക്കത് ഉറപ്പിക്കാൻ പറ്റും? നിനക്ക് വിവേകമില്ലാത്തൊരു ജീവിയായിപ്പോ എന്നൊക്കെ ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. തോറ്റിരിക്കേണ്ട രാജാവ്. ആ സമയത്ത് രാജാവ് നോക്കി നിൽക്കെ കാറ്റൊന്ന് കെട്ടടങ്ങിയ സമയത്ത് ഈ എട്ടുകാലി വലയുടെ മറ്റേ മുഖത്ത് തന്റെ ഉറപ്പിച്ചു, വലയുടെ ഒരു ഭാഗം ഉറപ്പിച്ചു, നൂല് കെട്ടിക്കോർത്തു. അതിനുശേഷം ശക്തമായ കൊടുങ്കാറ്റ് വന്നിട്ടും ആ വല പൊട്ടിപ്പോയില്ല. എട്ടുകാലി അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇത് കാണുന്ന സമയത്ത് രാജാവിൻ്റെ ഉള്ളിൽ ചില മിന്നൽ പോലെ വിവേകമുദിക്കുകയാണ്. ഞാനൊരു ഭീരുവിനെ പോലെ തോറ്റ് ഈ ഗുഹയിൽ ഒളിച്ചിരിക്കണോ? ഒരു എട്ടുകാലിക്ക് പോലും കാറ്റിനെ മറികടന്ന് ഒരു നിസ്സാരമായ വലയെ ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും വലിയൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് എനിക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല എന്നോ? അദ്ദേഹത്തിന് വിവേകം വന്നു എന്നാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച് തന്റെ ഓടിപ്പോയ സൈനികരെയൊക്കെ കൂട്ടിച്ചേർത്ത് വീണ്ടും ശക്തമായി യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നാണ് കഥ പറയുന്നത്. അദ്ദേഹത്തെ വിജയത്തിലേക്ക് പ്രേരിപ്പിച്ചത് ആരാണ്? എട്ടുകാലിയാണ്. ഈ ഒരു ക്ഷുദ്രജീവിയിൽ ഇത്ര ശക്തി ഉണ്ടായിട്ട് നമ്മളിൽ ശക്തിയില്ലാതെ നമ്മളത് ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്ന എത്ര അപലീനീയമാണ് നോക്കൂ നിങ്ങൾ. ഒരു എട്ടുകാലിക്ക് ജഡമായൊരു നൂലിനെ സൃഷ്ടിക്കാൻ സാധിക്കും, അതിനെ വലയാക്കിയെടുക്കാൻ സാധിക്കും, അതിൽ നിലനിൽക്കാൻ സാധിക്കും, അല്ലേ? തന്നിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ഈ കഴിവുകളൊക്കെ ഒരു എട്ടുകാലിയിൽ കാണാം നമുക്ക്. അത്രയും കഴിവുകളുടെ ക്ഷുദ്രജീവിയിൽ ഇത്രയൊക്കെ മഹാത്മ്യം കാണുന്നുവെങ്കിൽ നമ്മളിലൊക്കെ എത്ര കഴിവും ശക്തിയുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഒരു എട്ടുകാലി റോബർട്ട് ബ്രൂസിനെ പ്രചോദനം ചെയ്തതുപോലെ ഭാഗവതമൊക്കെ നമുക്ക് പ്രചോദനം തരണം. അതിനെന്ത് വേണം? ഭാഗവതം വായിക്കണം, പഠിക്കണം. അത് തന്നെ. പിന്നെ ഞാൻ പഠിച്ച സുഭേചക്രത്ത്. സുഭേചക്രം എന്ന് പറഞ്ഞാൽ പുഴുവിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുമരില് ഒരു മണ്ണിന്റെ കൂടാരം കൊണ്ടുവച്ച് അതിൽ ഒരു വേട്ടാളൻ ഇങ്ങനെ കാവല് നിൽക്കുന്നത് ചിത്രം കണ്ടിട്ടുണ്ടാവും. വേട്ടാളൻ എന്ന് പറഞ്ഞാൽ കടന്നല് പോലുള്ളൊരു ജീവി. ഈ വേട്ടാളൻ എന്താ ചെയ്യുന്നത്? വേട്ടാളന്റെ പ്രത്യുൽപാദന ശക്തിയില്ലേ അത്രേ. അപ്പൊ ഏതെങ്കിലും ഒരു ജീവിയുടെ പുഴുവിനെ കൊണ്ടുവന്ന് അത് ചുമരിൽ വെച്ച് അതിൽ കൂടാരുണ്ടാക്കിയിട്ട് ആ ഉള്ളിലുള്ള പുഴുവിനെ നോക്കിക്കൊണ്ടിരിക്കും. ആ പുഴു പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുന്ന സമയത്ത് ഈ വേട്ടാളൻ ആഞ്ഞൂങ്ങി ഒരു കുത്തും ഒരു ഊതും വെച്ചു കൊടുക്കും. അവൻ പേടിച്ച് ഉള്ളിലേക്ക് വലിയും. അങ്ങനെ 10-11 ദിവസം ഈ വേട്ടാളനെ കണ്ട് ആ പുഴു വേട്ടാളന്റെ രൂപത്തെ സ്വീകരിക്കും. അവസാനം ഒരു ദിവസം 10-21 ദിവസം ആ കൂട് പൊട്ടിച്ച് പുറത്തു വരുന്നത് പുഴുവല്ല, മറിച്ച് ഒരു വേട്ടാളനാണ്. ഒരു പുഴു പോലും വേട്ടാളനായിത്തീരുന്നു എന്ന്. എങ്ങനെ? വേട്ടാളനെ കണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വേട്ടാളനെ കണ്ടാൽ നമ്മൾ വേട്ടാളൻ, കാട്ടാളനെ കണ്ടാൽ കാട്ടാളൻ, ആരുമായിത്തീരാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മനസ്സിനെ പരിവർത്തനം ചെയ്യാം. മനസ്സ് ഏത് രൂപം കണ്ടിട്ടാണോ എണീക്കുന്നത് അന്നത്തെ ദിവസം മുഴുവൻ മനസ്സിന് പ്രചോദനമായിരിക്കും. രാവിലെ തന്നെ ഓഫീസ് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു എണീക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സ് അന്ന് തന്നെ ടെൻഷനിലായിരിക്കും. എന്നാൽ രാവിലെ തന്നെ ഭഗവത് ചിന്തനത്തിലാണ് മനസ്സ് ഉണർന്നു വരുന്നതെങ്കിൽ മനസ്സിന് ഭയങ്കര ആവേശമായിരിക്കും, ഉണർവായിരിക്കും. ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ്. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ വാർത്തെടുക്കണം.
ഒരു പുഴു വേട്ടാളനായിത്തീരുന്നത് പോലെ നമ്മുടെ മനസ്സിന് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വികസിക്കാൻ സാധിക്കും, ചീത്തത് ചിന്തിച്ച് സങ്കോചിക്കാനും സാധിക്കും. ഇത് മനസ്സിന്റെ സ്വഭാവമാണെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇപ്രകാരം 24 ഗുരുക്കന്മാരെ പറഞ്ഞ് ഉപസംഹരിപ്പിച്ച് പറഞ്ഞു, ഇനി എന്റെ ശരീരം എനിക്ക് ഗുരുവാണ്, ഏത് സമയം വീണുപോകും, അതുകൊണ്ട് ദുഃഖിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഉപദേശം കൊടുത്തപ്പോൾ ഉദ്ധവർ ചോദിക്കുകയാണ്, വാസ്തവത്തിൽ ഭഗവാനെ ആരാണ് നമ്മളെ ബന്ധിക്കുന്നത്, ആരാണ് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ഉടനെ ഭഗവാൻ പറയാണ്, ശരീരത്തിനും ബന്ധനമില്ല, ആത്മസത്തയിലും ബന്ധനമില്ല, ബന്ധനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അവനവന്റെ മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളാണ് എന്ന് പറയാണ്. ഏത് സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നുവോ, സംസ്കാരത്തിൽ ജീവിക്കുന്നുവോ, അതിനനുസരിച്ച് നമുക്ക് ബന്ധനം ഉണ്ടാവും. ഒരാൾ രാവിലെ തന്നെ ഉണർന്ന് ഒരു ചായ കഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറഞ്ഞു, ദേ നീ ഒരു ചായ ഉണ്ടാക്കുമെന്ന്. ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിരുന്ന് അങ്ങോട്ട് കോട്ടുവായിട്ടതാണ്. ആ സമയത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്നൊരു ഈച്ചയാളുടെ വായയുടെ അകത്തൂടെ ഉള്ളിൽ കയറി. ആളപ്പോഴേക്കും ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇതേ എന്റെ വയറ്റിലൊരു ഈച്ച പോയി, അത് കുഴപ്പമുണ്ടാക്കണോ, അത് പാറി നടക്കണോ, അത് കുഴപ്പമുണ്ടാക്കണമെന്നുകൊണ്ട് ഭാര്യയോട് ബഹളം വെച്ചിട്ട് ഭാര്യ പറഞ്ഞു, എന്താ പ്രശ്നം എന്ന്. അയാൾ പറഞ്ഞു, അയ്യോ ഈച്ച പോയി എന്റെ വയറ്റിന്റെ അകത്ത്, ഇനിയിപ്പോ എന്തൊക്കെയാ കുഴപ്പമുണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അയാൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഭാര്യ പറഞ്ഞു, ഈച്ച പോയ അപ്പം തന്നെ ചാവും, പ്രത്യേകിച്ച് നിങ്ങൾ പല്ലുകൂടി കഴുകിയിട്ടില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും ചത്തുപോയിരിക്കുന്നു. എടി നിനക്കത് പറയാം, എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഈച്ച പാറി നടക്കണം, എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ചിറക് അവിടെ ഇവിടെയൊക്കെ തട്ടുണ്ടെന്ന്, നീ ഒന്ന് നിന്റെ ചെവി വെച്ച് നോക്കുമെന്ന്. ഭാര്യ ചെവി വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അയാൾക്ക് വയറിന് വേറെന്തൊക്കെ അസുഖമുണ്ട്, അതിന്റെ കുഴപ്പങ്ങളേ ഉള്ളൂ. അങ്ങനെ അയാളന്ന് ആകെ അസ്വസ്ഥനായിരുന്നു. ഭാര്യ പറഞ്ഞ ഒരു കാര്യം ചെയ്തു, നല്ല ചൂടുള്ള ചായ കഴിച്ചോളൂ എന്ന്. കുറച്ചും കൂടി നല്ല തിളച്ച ചായ കൊടുത്തു. അങ്ങനെയെങ്കിലും ആ ഈച്ച ചത്തുപൊട്ടേച്ചിട്ട്. ഈച്ച അപ്പോഴും ചാവുന്നില്ല, ഈച്ച പാറി നടക്കുന്നതാണ്. കിരികിരി എന്നുള്ള ശബ്ദം എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഉടനെ ഭാര്യ പറയുന്ന ഒരു കാര്യം, ലഡു വിഴുങ്ങിക്കോളൂ, അതിന്റെ മേല് വീണ് ചത്തോളൂന്ന്. ഇയാളെ കൊണ്ട് ചോറും ലഡുവൊക്കെ വിഴുങ്ങിച്ചു നോക്കി, എന്നിട്ട് ഈച്ച ചാവുന്നില്ല. അവസാനം ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ഡോക്ടറെ അടുത്തെത്തി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മരുന്ന് കഴിക്കുമെന്ന്. അയാൾ നിർത്താണ്ട് ലൂസ് മോഷനുള്ള മരുന്ന് കൊടുത്തു. എന്തൊക്കെയായിട്ടും വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈച്ച മാത്രം പോകില്ല, അത് കിരികിരി ശബ്ദം ഉണ്ടാക്കുക. ആ മരുന്ന് കുഴപ്പമുണ്ടാക്കി. പിന്നെ വയറുവേദന തുടങ്ങി ഇയാൾക്ക്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഭാര്യയ്ക്ക് മനസ്സിലായി കാര്യത്തിൽ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ഇപ്പം കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കും കൂടി ഭ്രാന്ത് പിടിക്കുന്നു. അങ്ങനെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. സൈക്കാട്രിസ്റ്റ് നല്ല ബുദ്ധിമാനാണ്, അയാൾക്കറിയാം വയറ്റിന്റെ അകത്ത് ഈച്ചല്ലാന്ന്. അയാൾ ഇയാളോട് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റെതസ്കോപ്പിന്റെ കാലെടുത്തിട്ട് ഇയാളുടെ ചെവിയിൽ വെച്ചിട്ട് അയാൾ അതിന്റെ അടിയിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അയാളുടെ വയറിന്റെ അവിടെ അമർത്തി. അപ്പോൾ ഈ സ്റ്റെതസ്കോപ്പിന്റെ താഴെ അമർത്തി ഒന്ന് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കിരികിരി ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ശരിക്കും മനസ്സിലായി വയറ്റിന്റെ അകത്ത് ഈച്ച തന്നെ ഉണ്ട് എന്ന്. അപ്പൊ ഇയാൾ ചോദിച്ചു, നോക്കൂ, ഒരു ഡോക്ടറും നിങ്ങളെ രക്ഷിച്ചിട്ടില്ല, വാസ്തവത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈച്ച കിടക്കുന്നുണ്ട് ഇല്ലേ, നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ എന്ന്. ഇപ്പൊ നേരത്തെ ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ ശബ്ദം കൂടി കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പൊ ഉറപ്പ് അയാൾ അതിൽ പെട്ടിട്ടുണ്ടെന്ന്. ഇനി ഡോക്ടർ ചോദിക്കാണ്, ഇത് കീറി മുറിച്ച് ഈച്ച എടുക്കണോ അതോ ഞാൻ പതുക്കെ അമർത്തിയെടുത്താൽ മതിയോ എന്ന്. അപ്പൊ കീറി മുറിക്കാൻ എത്ര ചെലവാകും ഡോക്ടറെന്ന്. അധികമൊന്നും 25,000 രൂപയാവുള്ളൂ എന്ന്. അപ്പോൾ നിസ്സാര ഈച്ചയെ പിടിച്ച് പുറത്താക്കാൻ 25,000 രൂപയോ? അതൊന്നും എനിക്ക് ചെലവാക്കാൻ പറ്റില്ല, അമർത്തിയെടുത്തോളൂ, ഞാൻ സഹകരിക്കാന്ന്. അപ്പൊ ഞാൻ അമർത്തുമ്പോൾ ശ്വാസം ഇങ്ങനെ വലിച്ചോളാം എന്ന് പറഞ്ഞു. ഓ ഞാൻ വലിച്ചോളാം. അപ്പൊ ഡോക്ടർ എന്ത് ഈ വയറിങ്ങനെ അമർത്തി ഇയാളുടെ ശ്വാസത്തെ വലിക്കാൻ പറയും. അതിന്റെ ഇടയ്ക്ക് ഇയാൾ എന്ത് ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ നീക്കും, അതിന്റെ ഇടയിൽ ഇങ്ങനെ ചൊറിയും ചെയ്യും. അപ്പൊ ഈ കിരികിരി ശബ്ദം ഇങ്ങനെ മേലോട്ട് വരുന്ന പോലെ ഇയാൾക്ക് തോന്നുകയും ചെയ്യും. ഏറെക്കുറെ നെഞ്ചിലെത്തിയപ്പോൾ അദ്ദേഹം നേഴ്സിന് കണ്ണിട്ട് കാണിച്ചു കൊടുത്തു, പോയി അടുക്കളയിൽ പോവാൻ. അങ്ങനെ തൊണ്ടയിൽ വരെ എത്തി. ഇനി പറഞ്ഞു, അദ്ദേഹത്തോട് പറയാണ്, നാവ് പുറത്തേക്ക് നീട്ടി ഉച്ചത്തിൽ ചുമച്ചുകൊണ്ട് അങ്ങോട്ട് വായ പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് ശക്തിയിൽ അങ്ങോട്ട് തുപ്പിക്കളയണം. എന്റെ കയ്യിലേക്ക് തുപ്പാവൂന്ന് പറഞ്ഞു. ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇദ്ദേഹത്തിന്റെ തുപ്പലേറ്റ് മേടിക്കാൻ നിൽക്കുകയാണ്. ഇദ്ദേഹം നാവൊക്കെ പുറത്തേക്ക് നീട്ടി എന്നിട്ട് തുപ്പ്. ആ സമയത്ത് നേഴ്സ് ഇദ്ദേഹത്തിന് സാധനം കൊടുത്തിരുന്നു. ആ കയ്യിലേക്ക് ആ തുപ്പലോടുകൂടി അതാ വരുന്നു ഈച്ച. ഇത് നേഴ്സ് അടുക്കളയിൽ നിന്ന് പിടിച്ചുകൊണ്ടതാ, നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കിയതാണ്. അല്ലാതെ പിന്നെ ഇവിടുത്തെ ഈച്ച വരാൻ പോണത്. അദ്ദേഹത്തിന് ഡോക്ടർക്ക് ഭയങ്കര സന്തോഷം. ദേ കണ്ടില്ലേ നിങ്ങൾക്ക് ഈച്ച വയറ്റിൽപ്പെട്ടത്, അങ്ങനെ അമർത്തിയിട്ടാണ് ഇപ്പൊ അത് പുറത്തേക്ക് വന്നതെന്ന്. അത് കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറയാണ്, ഈ ഈച്ചയല്ല പോയത്, ഇതിനേക്കാളും വലിയ ഈച്ചയാ പോയതെന്ന്. ഡോക്ടർ വിചാരിച്ചു ഇനി ഇയാളെ രക്ഷിക്കാൻ സാക്ഷാൽ ദൈവത്തിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്ന്. ഇതുപോലെ നമ്മൾ നേരെയാവാനുള്ള എല്ലാ വഴികളും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നാലും ശാസ്ത്രം പറഞ്ഞു തന്നാലും നമ്മൾ നന്നാവില്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ
ദൈവം വിചാരിച്ചാൽ പോലും നമ്മളെ നേരെയാക്കാൻ സാധ്യമല്ല. ഈച്ച വയറ്റിൽ തന്നെ കിടക്കുന്നു പറയാണ്. ഒരു ദൈവം തമ്പുരാനെ എടുത്ത് പുറത്തെടുക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മളെ തകർത്തി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്തു വേണം? ഇതിലൊക്കെ നല്ല ശ്രദ്ധയും നല്ല ഉറപ്പും വെച്ചുകൊണ്ട് എനിക്ക് ഉയരാൻ പറ്റും. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ പൂർണ്ണ ആത്മസംതൃപ്തി, പൂർണ്ണ ആത്മകൃതാർത്ഥത, ധന്യത കൈവരിക്കാൻ സാധിക്കും. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക തന്നെ എന്ന് പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ധവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് മനസ്സാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്. അങ്ങനെ മനസ്സാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ഭിക്ഷുവിന്റെ കഥ പറയാണ്. ഒരു ബ്രാഹ്മണന്റെ കഥ. മഹാപിശുക്കനായ ബ്രാഹ്മണൻ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും കൊടുക്കില്ലേ വേണ്ട വിധത്തില്. ഒരു ദിവസം ഭാര്യയും മക്കളും കൂടി അടിച്ച് ഇയാളെ പുറത്താക്കി. ആ സമയത്ത് ഇയാളുടെ സമ്പത്തൊക്കെ അവർ തട്ടിയെടുത്തു. ഇയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു ഈ ബ്രാഹ്മണൻ. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിന്റെ അടുത്തുകൂടിയാണ് പോയത്. അപ്പൊ അവിടെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് തോന്നി ശാപ്പാട് കഴിച്ചിട്ട് പോവാന്ന്. അങ്ങനെ ശാപ്പാട് കഴിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അത്രയും ദുഃഖം കഴിഞ്ഞല്ലോ. അവിടെ കയറിയപ്പോഴാണ് ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടെന്നും ഭഗവാനെ മറന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മഹത്യയെന്നും ഇതൊക്കെ അയാൾ കേൾക്കാൻ ഇടവന്നപ്പോൾ അയാൾക്ക് തോന്നി, അയ്യയ്യേ, ഞാനൊരു ഭീരുവെ പോലെ നശിക്കേ. അദ്ദേഹം ഒരു ആശ്രമത്തിലേക്ക് പോന്നു. അവിടെ ഒരു ഗുരുനാഥനെ കണ്ടെത്തി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് കഠിനമായ തപസ് ചെയ്ത് തന്റെ ആത്മസത്തയിലേക്ക്, ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഉയർത്തി. അദ്ദേഹത്തിന് പിന്നെ ദുഃഖങ്ങളൊന്നുമില്ല, പരമാനന്ദം, പരമസന്തോഷം, നല്ല ആവേശവും. അദ്ദേഹം ഒരു കമണ്ടലോ ഒരു വടിയായിട്ട്, പ്രായമായി അദ്ദേഹത്തിന് 70 വയസ്സായി, ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഭിക്ഷാടനത്തിന്. എന്താ കിട്ടിയെച്ചാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തിയപ്പോ, പട്ടണത്തിലെത്തിയപ്പോ ഇദ്ദേഹത്തെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടുത്തെ ആളുകൾ ഇയാളെ പിടിച്ചു കെട്ടി തല്ലാൻ തുടങ്ങി. കൂടെ ശിഷ്യന്മാരുടെ അവർ പറയെ ഉപദ്രവിക്കരുത്, അവരെയൊക്കെ തല്ലി ഓടിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിന് കൈയും കാലൊക്കെ തകർത്തങ്ങോട്ട്. പക്ഷെ എല്ലൊന്നും ഒടിച്ചില്ല എന്ന് മാത്രം. കുറെ കഴിഞ്ഞ് ഒരാൾ വന്ന് കെട്ടഴിച്ചു വിട്ടു. വീണ്ടും ഇയാള് മറ്റൊരു ദിക്കിലേക്ക് പോകുമ്പം ഇയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കുറെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾ ഇയാളൊരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ കമണ്ടലൂല് തുപ്പാൻ തുടങ്ങി. ഒരു കുട്ടി മൂത്രം ഒഴിച്ചു വെച്ചു, ഒരു കുട്ടി എന്തോ വൃത്തികേടുകളൊക്കെ വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇയാളെ ദ്രോഹിക്കുന്നു ആളുകള്. അപ്പൊ ഒരു ദിവസം ശിഷ്യൻ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും അങ്ങ് അല്പം പോലും പ്രതികരിക്കാതെ ശാന്തനായിട്ടിരുന്നത്? അപ്പൊ ഇദ്ദേഹം മറുപടി പറയുന്നു. 23-ാം അധ്യായത്തിൽ ഭിക്ഷുഗീതം എന്ന് പറയുന്ന ഒരു ഗീതത്തെ ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. ആ ഭിക്ഷു പറയാണ്, നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത്. അയം ജനോമേ സുഖദുഃഖഹേതു ന. ഈ ജനങ്ങളൊന്നുമല്ല എന്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം. എന്നാൽ ഗ്രഹദോഷമാണോ? രാഹുദോഷം, ചൊവ്വാദോഷം, ശനിദോഷം, അങ്ങനെ വല്ലതും? ന, അതുമല്ല. എന്നാ പിന്നെ ദൈവനിശ്ചയാണോ? അതുമല്ല. എന്നാ പിന്നെ വിധി? അതുമല്ല. പിന്നെ ആരാണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം? മനഃപരം കാരണമാമനന്തി, എന്റെ തന്നെ മനസ്സാണ്. ഈ വിവേകത്തിലേക്ക് വരുന്ന പിന്നെ നിങ്ങൾ രാഹുദോഷ പൂജയൊന്നും ചെയ്യണ്ട. മനസ്സാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്, അല്ലാതെ രാഹുവും കേതുവൊന്നും അല്ല എന്നാണ് ഭാഗവതം പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കുന്നു. ആരൊക്കെ എന്റെ ശരീരത്തെ ദ്രോഹിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ തളരാൻ തയ്യാറില്ല. അതുകൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ എന്തിലാണ്? ദാനം സ്വധർമ്മോ നിയമോ യമശ്ചാശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താ പരോഹിയോഗോ മനസ്സമാധി. ഞാൻ അമ്പലത്തിൽ പോകുന്നതും നാരായണീയം വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും അന്നദാനം ചെയ്യുന്നതും തീർത്ഥാടനം ചെയ്യുന്നതും എല്ലാം എന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി മാത്രം, എന്റെ മനസ്സ് നേരെയാവാൻ വേണ്ടി മാത്രം. ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഉദ്ധവരെ ഇങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൊ ഭഗവാനോട് ചോദിക്കുകയാണ്, എങ്ങനെ ആ മനസ്സിനെ നേരെയാക്കാം? അതിന് ഭഗവാൻ വിവിധ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. പൂജ ചെയ്യൂ, അമ്പലത്തിൽ പോവൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഉദ്ധവർ ചോദിക്കുകയാണ്,